ഹായ് സൂപ്പർ സാധനം. ചേട്ടാ ഞാൻ ലവ് ആൻഡ് ടേപ്പ് എന്ന് പറഞ്ഞ പരിപാടിയിൽ നിന്ന് വരുവാണ്. ലവ് ആൻഡ് ടേപ്പ്. ലവ് ആൻഡ് ടേപ്പ് സൂപ്പർ പേരാണ് കേട്ടോ. ചേട്ടാ മാരീഡ് ആണോ? അതെ, ഞാൻ മാരീഡ് ആണ്. ലവ് മാരേജ് ആയിരുന്നോ അതോ അറേഞ്ച്ഡ് മാരേജ് ആണോ? ആദ്യം പ്രണയിച്ചു, രണ്ടാമത് വിവാഹം കഴിച്ചു. ഓ, അപ്പൊ ചേട്ടൻ ലവ് മാരേജ് ആയിരുന്നു അല്ലേ? അല്ല, ഞാൻ ആദ്യം പ്രണയിച്ചു, പക്ഷെ വിവാഹം കഴിച്ചത് വേറൊരു പെണ്ണാണ്. അതെന്തൊട്ടിപ്പോ ആ കുട്ടിയോട് പറഞ്ഞിട്ടില്ല, സംസാരിച്ചിട്ടില്ല? സംസാരിച്ചു, പക്ഷെ അവരെ വീട്ടുകാരും സമ്മതിച്ചില്ല. ഓ, അപ്പോ അവരുടെ പാരന്റ്സിന്റെ ഒക്കെ കൈയും കാലം ഒക്കെ പിടിക്കാറുന്നില്ല, അപ്പൊ അവരെന്തായാലും സമ്മതിക്കായിരുന്നല്ലോ. പിടിച്ചു. അവൾ അച്ഛന്റെ കാല് പിടിച്ചു, അവൾ അമ്മയുടെ കാല് പിടിച്ചു. എന്തിനേറെ, അവളെ കെട്ടിയവന്റെ കാല് വരെ ഞാൻ പിടിച്ചു. ആ കിഴങ്ങ എന്ത് പറഞ്ഞെന്നറിയാ? അവന്റെ 4 വയസ്സുള്ള മകളെ ആരും നോക്കുമെന്ന്. വൃത്തികെട്ട നാറി ചെറ്റ. ഞാൻ എന്ത് ചെയ്യണം പറ? ഞാൻ എന്ത് ചെയ്യണം? നമ്മളൊക്കെ പിന്നെ നമുക്ക് എങ്ങനെ പെണ്ണ് കിട്ടും? കുട്ടിയുടെ കല്യാണം കഴിഞ്ഞാണോ? ശരി ചേട്ടാ, താങ്ക് യു. ഇതാണ് തേപ്പ്. വെറുതെ മോഹിപ്പിച്ചിട്ട് പോണത്. ഓ എടുക്കാച്ചി. നീ വന്നോ? ഞാൻ ലേറ്റ് ആവുമായിരിക്കും. അടുത്തടി പ്രോഗ്രാമായിട്ട് നടക്കുമ്പോ ഓരോരുത്തർ അവസരം എന്റെ പിന്നാലെയാ നടക്കണേ. പിന്നെ നിന്റെ മറ്റേ കാമുകനെ ഞാൻ ഇന്നവിടെ പാർക്കിൽ ഒരു പെൺകുട്ടിയായിട്ട് കണ്ടിരുന്നു. എന്റെ കാമുകനാ? ആര്? അശ്വിനാണോ നീ? അല്ലടി, മറ്റേ ബൈക്കിൽ വരുത്തുന്നുണ്ടല്ലോ. ബൈക്കുള്ള അമ്മ പ്രതീക്ഷ കർത്തവ്യ പ്രതീക്ഷയാണ്. ഞാൻ അതല്ലടി, ഒരു ചുരുണ്ട മുടിയുള്ള ഒരു അമ്മ അവൻ വാങ്ങി തന്ന ഐഫോണിന്റെ അണ്ടി ഐഫോൺ. അവനല്ലടി, ഈ രാത്രിയിലൊക്കെ ഇരുന്ന് ചാറ്റ് ചെയ്യില്ലേ ഇതാണോ കർത്താവേ? അവന്റെ ഒരേ ജാതിക്കാരനാടി ഞങ്ങൾ. ഈ ദൈവമേ, അവന്റെ എന്തുമാത്രം കഷ്ടപ്പെട്ട് പ്രേമിച്ച് ഞാൻ പറഞ്ഞു പറയുമ്പോ കെട്ടാ അവനാണ് വന്നിരുന്നത് നമ്മുടെ പള്ളിയില്. നീ ഇരുന്ന് കരയാണ്ട. എന്തായാലും ഇന്നത്തെ കാലത്തെ ആണുങ്ങളുടെ ലോയൽറ്റി ഒന്നും നീ പ്രതീക്ഷിക്കണ്ട. അത് ശരിയാടി, ഒരുത്തരെയും വിശ്വസിക്കണ്ട. ഒരുത്തൻ തന്നെ 5 എണ്ണത്തിനെ കൊണ്ടാണ് നടക്കുന്നത്. ഓ അതെ. എടാ, പക്ഷെ ഞാനൊരു കാര്യം പറയട്ടോ. എന്തൊക്കെ പറഞ്ഞാലും എന്റെ രാകേഷ് ചേട്ടൻ യൂബർ ഓട്ടിക്കണം. അതൊരു ജമ്മാണത്. നല്ല രസാന്നറിയോ? അങ്ങനെ എന്നെ ചതിക്കൂല. പൊന്നും കൂടെ എനിക്ക് ഭയങ്കര ഇഷ്ടാ. എന്തല്ലേ നിനക്കൊരു വിഷമം? എന്ത് പറയാളിയാ, ഈ പാപി ചെല്ലുന്ന പാതാളം എന്ന് പറഞ്ഞ പോലെ ഒറ്റ പെണ്ണുങ്ങൾ അടുക്കുന്നില്ല. ഇവിടെ നിന്റെ നാളിന്റെ കുഴപ്പമുണ്ടോ? നിന്റെ ഒറ്റ പെണ്ണുങ്ങളെ നോക്കൂല. സത്യം, നീ എന്റെ ഇവിടെ എന്റെ കഴിവ് നഷ്ടപ്പെടുമെന്നാണ് എന്റെ തോന്നി. അതായിരിക്കും ഇവിടെ. അത് നിന്റെ വണ്ടിയല്ലേ? ഇന്നലെ നന്നായിക്കൊണ്ട് വന്നല്ലേ? പെട്രോള് ചോർച്ച ഉണ്ടോ നോക്കണം. ശരിയാണളിയാ, നോക്ക്. പെട്രോള് എന്തിനാ അവിടെ? എന്റെ വണ്ടിയുടെ കീഴിലാണ് നീ ഒന്ന് പെടുക്കണത്. ഈ സ്ഥലം എന്നറിയാമോ? സ്ഥലം അല്ല, നീ ഇപ്പൊ അവിടെ മൂത്രം ഒഴിക്കും. പോടാ അണ്ണം പെടുത്തു വന്നു. ഞാൻ വേണ്ടെന്ന് വെച്ചാ, അല്ലെങ്കിലേ ഞാൻ ക്ഷമിക്കാൻ പഠിച്ചു. പേടിയെന്ന് പറയരുതില്ലേ? പേടിയെന്തോന്നു? അങ്ങനെ പേടിക്കണോണ്ടല്ല ഞാൻ. എനിക്ക് പേടിയില്ലാത്തോണ്ടാണ് പല പെമ്പിള്ളേരും എന്നെ കാണുമ്പോ ചാടി വീഴണ. ഞാനെവിടെയാ കണ്ടോണ്ട് മൂത്രം എടുത്ത് മണപ്പിക്കേ? നിന്നെ കളിയാക്കല്ലേ? ഞാൻ ഇപ്പൊ യൂബർ ആവാൻ പോണെങ്കിലേ അതിന്റെ ഗുണം നിനക്ക് മനസ്സിലായ? എന്തോന്നു? പല പെമ്പിള്ളേരെ നമ്പർ കിട്ടും. പല പെമ്പിള്ളേരെ. ഞാനും നിന്റെ കൂടെ വരട്ടോ യൂബറോടെ? നീ യൂബറാൻ വരണ്ട. ഒന്നാം നീ എണ്ണം കെട്ടവനാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഇന്നലെ തന്നെ ഒരു പെണ്ണെ ഞാൻ പരിചയപ്പെട്ടു. അടി അവളൊന്ന് കാണണം. ദൂരെ നോക്കുമ്പോ നയൻതാരയാണ്. എന്നാ നയൻതാരയല്ല, നഗ്മയാണ്. നഗ്മയല്ല. ചിലപ്പോ തോന്നുന്നു തമന്നയാണ്. എന്നാ തമന്നയല്ല. അവളെ മൊത്തത്തിൽ അളിയൊന്ന് കാണണം. അറിയാ ഓളപ്പുള്ളി ലീലേ എൻ്റെ കുഞ്ഞമ്മ അറിയാ. സത്യം, അവളെന്നെ വീണ് ഫോൺ വിളിച്ച് ഇന്ന് പേഴ്സണലായിട്ട് എന്നെ കാണണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ പിന്നെ അവിടെ അടുക്കള കാണാനല്ലേ തന്നെയും കൂടെ കൊണ്ടുപോയെ. എന്നെ കൂടെ കൊണ്ടുപോകും. നീ കയറ, ഞാൻ പോയിട്ട് വന്നിട്ട് കഥ പറഞ്ഞുതരാം. നിനക്ക് എന്നെ ഒരു വിലയില്ല. കാശം കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞ എപ്പോഴേ നിർത്തിയിട്ടില്ല. മനസ്സിലായി. അത് വിട്. ഇന്നലെ അവള് വിളിച്ചത് ആ കാര്യം പറ. ഇന്നലെ അവള് വിളിച്ചില്ലേ? അത് പറഞ്ഞുതരാം. അത് ഞാൻ പറയാം. ഇന്നിപ്പോ പോയി കണ്ടിട്ട് വേണം നിനക്ക് ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരാം. അറിയാം, എന്തായാലും എന്നെ കൊണ്ടുപോകില്ലല്ലോ. അല്ലേ
എന്തായാലും അളിയനെങ്കിലും ഉപകാരപ്പെടട്ടെ. ഞാൻ ഒരു സാധനം അളിയനെ തരാം. എന്താടാ ഇത് കണ്ടാ? എന്തോന്ന്? വയാഗ്ര. അത് വെള്ളച്ചാട്ടമല്ലേടാ? അത് വെള്ളച്ചാട്ടം, പക്ഷെ ഇത് തുള്ളിച്ചാട്ടമാണ്. തുള്ളിച്ചാട്ടം. പക്ഷേ ഇതെന്ന് പറഞ്ഞിടത്ത് കഴിച്ചാണ്ടല്ല, അല്ല ബീച്ചിൽ കുതിര കിടന്ന് ഓടൂലേ, അതുപോലെ അളിയ 100 ഓടും. രണ്ടെണ്ണം കഴിക്കണ്ടാടാ? രണ്ടെണ്ണമൊന്നും കഴിക്കല്ലേ, പറക്കാനാണോ പോണേ? പിന്നെ ഒരെണ്ണം കഴിച്ചാൽ മതി. വേറെ സൈഡ് എഫക്റ്റ് ഒന്നുമില്ലല്ലോ. വേറെ സൈഡ് എഫക്റ്റ് ഒന്നുമില്ല, പക്ഷെ ഒരെണ്ണം കഴിച്ചു കഴിഞ്ഞാൽ അളിയ ഉദ്ദേശിക്കുന്ന കാര്യം നടത്തണം. നടക്കും. അല്ലെങ്കിൽ 2 റൗണ്ട് ഓടെങ്കിലും ചെയ്യണം. അങ്ങനല്ലേ? അല്ലെങ്കിൽ ബ്ലഡ് കോട്ടായിട്ട് അളിയ അറ്റാക്ക് വന്ന് ചാവും. അതൊക്കെ നടക്കും. നീ ചുമ്മാ ഇരി. കേട്ടോ, നീ ശരീരം വേർക്കണം. വേർതിരിക്കും. അപ്പൊ പോയിട്ട് വാ. ഓൾ ദ ബെസ്റ്റ്. ഞാൻ വിളിക്കാം. ഓക്കെ. ക്യാബ് ചേർന്നേ. നിന്റെ അനുഗ്രഹം വാങ്ങിക്കട്ടെ, ഒന്നും നടക്കൂല. ഇപ്പോ നിന്റെ കാര്യങ്ങൾ നടക്കട്ടെ. ഞാനേതെന്തി 2 പുഷപ്പൊക്കെ ഒന്ന് എടുത്താണേ. ഒരു 10 പുഷപ്പ് കൂടെ എടുത്തോ. ഭാഗ്യം. ബസ് വരുന്നില്ലല്ലോ ചേച്ചി, എത്ര നേരമായി കാത്തിരിക്കും. അയ്യോ, ആ വരുന്ന കണ്ടോ? ഗീതു അല്ലേ അത്? അവള് കാണാൻ എന്ത് ഭംഗിയാ. അവള് ഇട്ടിരിക്കുന്ന ഡ്രസ്സൊക്കെ എന്ത് രസമുണ്ട്. ഇതോ? ഇതാ കടയൊഴിപ്പിക്കല് 150 രൂപ കിട്ടുന്ന സാധനം. ചേച്ചി വേറെ ജോലിയില്ലേ? ഞാൻ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. ഗീത നല്ല ഡ്രസ്. ഗീതിനല്ലേ 10,000-2000 രൂപ വില വരുമല്ലേ ഡ്രസ് കാണാൻ. ആ ഗീതു, വിശേഷം വല്ലതും ആയോ? എന്ത് വിശേഷം? കല്യാണം കഴിഞ്ഞ് വരുന്ന കുട്ടിയൊക്കെ ഉണ്ടാകുന്ന വിശേഷം. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 1 മാസമല്ലേ ആയുള്ളൂ. നിങ്ങളുടെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് 1 മാസം ആയപ്പോഴും നിങ്ങൾക്ക് വിശേഷമായോ? ഓ, നിന്റെ ഭർത്താവിനെ വെച്ച് നോക്കുമ്പോ അത് 1 മാസമൊക്കെ തന്നെ ധാരാളം. അതെ, എന്റെ ഭർത്താവിനെ കൂടുതൽ കുറ്റമൊന്നും പറയണ്ട. നിങ്ങളുടെ ഭർത്താവിനെ പോലെ നേരത്തെ കുറച്ച് കോഴിത്തരമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ എന്റെ ചേട്ടൻ നല്ല ഡീസന്റാ. ഡീസന്റ് ആയിരുന്നാ മതി. എന്തെത്ര നാണം. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സ്ത്രീയുടെ അടുത്തിരിക്കണത്. കല്യാണം കഴിഞ്ഞിട്ടില്ല? എന്റെ കല്യാണം കഴിച്ചിട്ടില്ല. ഒരു മിനിറ്റ്, ഞാൻ ഗുളി കഴിച്ചോട്ടെ. 2 ഗുളി കഴിക്കാം. ഇതെന്താ ഗുളിക? എല്ലാത്തിന്റെയും ഗുളിയാണ്. എല്ലാത്തിന്റെയോ? അല്ല, അപ്പം എനിക്ക് പേടിയുണ്ടേ. പേടിയുടെ ഗുളിയാ. അതാണ് ഇപ്പൊ. ഇതെന്താ ഇങ്ങനെ? കുതിരയുടെ ശബ്ദം പോലെ. അതാ ഞാൻ ചോദിച്ചത്, ഇതെന്താ ഇങ്ങനെയെന്ന്. ഗ്യാസിന്റെ ആണ് ചിലപ്പോ. കർത്താവേ, എനിക്ക് പേടിയാവുന്നു. കുളിയൊക്കെ മാറ്റി വെക്ക്. ഇങ്ങനെയൊക്കെ ഇരുന്നാ മതിയോ? തുടങ്ങണ്ടേ? ചെറുതടിക്കോ? ചെറുതാ, ഞാൻ വലുതടിക്കും. ഞാൻ വലുതോ? ഉള്ള ഒരു ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ഒരു ഫുള്ള് തീർക്കും ഞാൻ. അതെ, ഫോൺ അടിക്കുന്ന. ഒരു മിനിറ്റ്. ഒരു മിനിറ്റ്. എന്താണ് അളിയാ? തുടങ്ങിയാ? ഒന്നും അതിന്റെ നീതി ചുമ്മാ ഇല്ലേ. നീ ഗുളിക കഴിച്ചോ? അത് കഴിച്ചു. 2 എണ്ണം കഴിച്ചു. 2 എണ്ണം കഴിച്ചു. സംഭവം എങ്ങനെ തുടങ്ങിയാ? ഇല്ലടാ, അവളെ ഒരു സ്മോൾ അടിക്കാൻ വിളിക്കണ്. എടാ മരക്കിഴങ്ങ, ഗുളിക കഴിച്ചുകൊണ്ട് വെള്ളം അടിക്കല്ലേ, നീ ചത്തുപോവും. ചത്തുപോന്ന്. എങ്ങനെ ചത്തു? പിന്നെ അറ്റാക്ക് ഒന്നും ചത്തുപോവും. എനിക്കാ? ഓ എടീ, നീ വേർക്കണം. നീ അവിടെ കിടന്ന് ഓടി. അവിടെ കിടന്ന് ഓടറാ. മദ്യം വേണ്ട കേട്ടോ ഇപ്പം. അയ്യോ, അപ്പൊ പിന്നെ എന്താ അടിക്കുന്നത്? അതാണ് ഞാനും ആലോചിക്കുന്നത്. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇതെന്താ? ഞാൻ പുറകോട്ട് ഓടിയിട്ട് ഒന്നല്ല. എവിടെ ഓടാ? അല്ല, ചുമ്മാ അറ്റാക്ക്. അറ്റാക്കോ? അല്ല, എനിക്ക് സ്വഭാവമുണ്ട്. ഞാൻ പെട്ടെന്ന് അറ്റാക്ക്. എന്താ പറ്റിയത്? ഇതേ കുതിരയുടെ ശബ്ദമൊക്കെ വരുന്നത്. അതാണ് ഞാനും ആലോചിക്കുന്നത്. എക്സസൈസോ? ചുമ്മാ. നമ്മളിപ്പോ എക്സസൈസ് ചെയ്യാനല്ലല്ലോ വന്നത്. പിന്നെന്താ ഇങ്ങനെ കോപ്രായം കാണിക്കുന്നത്? സമയം പോകും. അതെ, സമയം പോവാ. മദ്യം വേണ്ട? വേണ്ട വേണ്ട വേണ്ട. പിന്നെ വേറെന്താ ചെയ്യാ? വേറെ പിന്നെ ഫോൺ അടിക്കുവാ. ഒരു മിനിറ്റ്.
അളിയ കഴിഞ്ഞ പോടാ പുല്ലേ, കഴിഞ്ഞില്ലേ എപ്പോഴും? നീരുണ്ടാക്കിയ ഗുളിക എന്തെന്ന് ഇടയ്ക്കിടയ്ക്ക് കുതിര വിളിക്കും പോലെയൊക്കെ ശബ്ദം കേൾക്കുന്നു. അതല്ലേ ഞാൻ പറഞ്ഞു, കുതിര പോലെ ഓടണം അങ്ങോട്ട്, അല്ലെങ്കിൽ നീ അറ്റാക്ക് ഒന്ന് ചത്തു. ഇതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ കൂടെ വരാം. വെച്ചിട്ട് ഇതൊക്കെ സ്കൂൾ ഗ്രൗണ്ടോ? അല്ല ചുമ്മാ എന്നൂടാ. അതാ അതൊക്കെ ഞാൻ മാറ്റിത്തരാം, ചുമ്മാ നിൽക്കുന്ന കാര്യമൊന്നുമില്ലല്ലോ. എന്റെ ഫോൺ അടിക്കുക, ഒരു മിനിറ്റ്. വൃത്തിയായിട്ട കുതിര പോയില്ല. അയ്യോ, അച്ഛനെ വിളിക്കണേ. ആ അച്ഛാ, ആ അയ്യോ, ആ അച്ഛാ, ഞാൻ പെട്ടെന്ന് എത്തിക്കാം. ശരി. അച്ഛനെ തന്നെ വിളിക്കണം. അപ്പോഴും ഈ മീറ്ററാ? എന്റെ അച്ഛൻ ആശുപത്രിയില്ല. അയ്യോ, എനിക്ക് അത്യാവശ്യമായിട്ട് വീട്ടിലേക്ക് പോണം. ഇപ്പൊ പോണോ? ഞാൻ പോവാ. സോറി, എന്നോട് ക്ഷമിച്ചേക്ക്. പോകുന്നതിന് മുമ്പ് ഓർമ്മയ്ക്കായിട്ട് രണ്ട് ഫോട്ടോസ് എടുത്തോട്ടെ. വാ. അച്ഛൻ അറ്റാക്ക് അടിക്കാൻ കണ്ട സമയം. എടുത്തോർത്ത് പെട്ടെന്ന് പെട്ടെന്ന്. കുറച്ച് ചേർന്ന് നിൽക്കേ. പോട്ടെ, വേറെ രസം വിളിക്കാം. അച്ഛൻ ഏത് ഗുളികയാണ് കഴിക്കണമെന്ന് എനിക്കും കൂടെ പറഞ്ഞു തരണേ. ദൈവമേ, മാറി. എടാ കഴിഞ്ഞ ഞാൻ ഇപ്പൊ തീരുവടാ അളിയാ. അവള് പോയി. അവള് പോയാ? ഇനിയിപ്പോ ഒരു കാര്യം ചെയ്യാം. ഞാൻ സെക്രട്ടറിയേറ്റിന് ചുറ്റും 2 റൗണ്ട് ഓടിയിട്ട് ഞാൻ അങ്ങോട്ട് വരാം. ബൈക്ക് ഇവിടെ ഇരിപ്പോ ഞാൻ നാളെ ഒന്ന് എടുക്കാം. അയ്യോ, എന്റെ ഒരു കുതിര. അവൻ വന്നിരുന്നെങ്കിൽ ആ കഥ കേട്ടിട്ട് ഗാനവിള കേൾക്കാൻ പോവായിരുന്നു. എവിടെയാണ് എന്റെ പൊന്നൊളിയോ, ഇങ്ങോട്ട് എങ്ങോട്ട് ഇറങ്ങി പോറാ, ഞാൻ കേക്കട്ടെ. പോടാ എന്നാ പിടി. എന്റെ ഉണ്ടാക്കിയ ഗുളിക 35 കിലോമീറ്റർ ഓടിയിട്ടാണ് ഞാൻ വന്നിരിക്കണത്. നീ എന്തിനു 35 കിലോമീറ്റർ ഓടിയത്? നീ അല്ലേ പറഞ്ഞ ഈ ഗുളി കഴിച്ച് കഴിഞ്ഞാൽ ഓടണമെന്ന്? വണ്ടിയുടെ തുട കീറി. അപ്പൊ ഒരു പുല്ലും നടന്നില്ലേ? മരക്കിഴങ്ങൻ തന്നെ, മരക്കിഴങ്ങൻ വേട്ടാവളിയൻ. അതൊക്കെ ഈ വാത്താളെ മാത്രമേ ഉള്ളൂ. നിനക്ക് ആണുങ്ങൾ പോണമായിരുന്നു. നീ അങ്ങനെയൊന്നും പറയണ്ട. നാളെ അവള് വിളിച്ചിട്ടുണ്ട്, ഞാൻ പോവും. പോയിട്ട് ആര് വിളിക്കണം? ആര് വിളിക്കണേ? നീ എന്താണ് പറഞ്ഞത്? ഞാൻ മരക്കിഴങ്ങെന്നാ? അതുകൊണ്ടാണ് അവള് വിളിക്കുന്നത്. അവളാ? അതുകൊണ്ട് അവള് വിളിക്കുന്നത്. ലൗഡ് സ്പീക്കർ ഞാനും കൂടെ കേക്കട്ടെ. ഹലോ ഹലോ, ഞാനാണേ. അതെ, വിളിച്ചതേ ഇങ്ങനെ 50,000 രൂപ അക്കൗണ്ടിൽ നിട്ടരാവോ? എന്റെ 50,000 രൂപയൊന്നും ഇല്ല. അയ്യോ, എനിക്ക് അത്യാവശ്യമാ. ഒരു തേങ്ങ കൊടുക്കണ്ട, 5 പൈസ കൊടുക്കും. എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് നിങ്ങളെ വാട്സാപ്പിലെ ഫോട്ടോ ഒന്ന് നോക്ക്. ഞാൻ നോക്കട്ടെ. എന്തോ ഒരു ഫോട്ടോ അയച്ചിട്ടുണ്ടോ? അവളെ ഫോട്ടോ ആയിരിക്കും. ഇത് നീയല്ലേ? ഞാനോളും. ഒരു മിനിറ്റ്. കണ്ട് ഈ ഫോട്ടോ ഞാൻ സോഷ്യൽ മീഡിയയിൽ അങ്ങ് വൈറലാക്കും. ഫേസ്ബുക്കിലാ? എവിടല്ലേ? മര്യാദക്ക് പൈസ ആടോ. തരാം. എന്തോന്ന്? ഇവള് മറ്റേത് ഏത് ഹണി ട്രാപ്പ്. ഹണി ട്രാപ്പാ? ഞാൻ ഒരു 50,000 രൂപ കൊടുത്തില്ലെങ്കിൽ എന്റെ ഫോട്ടോ എന്തരായിരുന്നു? അളിയാ, 50,000 രൂപ ഞാൻ ഇവിടെ ചെന്ന് ഉണ്ടാക്കൂടാ. നീ സീരിയസ് ആയിട്ടാണോ? അല്ലടാ, തമാശയാണ്. എന്റെ മറ്റേ ഫോട്ടോ വരുമെന്ന് പറഞ്ഞ തമാശ. എൻ്റെ കയ്യിൽ പൈസ ഇല്ല. അത്രയ്ക്ക് അത്യാവശ്യമാണെങ്കിൽ എൻ്റെ മാമ ഒച്ചി രവിയില്ലേ, അങ്ങേരെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ തരും. അങ്ങനെ എവിടെ പൈസ? ഈ ഇടയ്ക്ക് അങ്ങനെ ലോൺ കിട്ടിയെന്ന് 5 ലക്ഷം രൂപ. ആമവളത്തിന്റെ ബാങ്കിൽ നിന്ന് ആള് വന്ന് ആമ എവിടെ കേട്ടപ്പം തുണിയില്ലാത്ത കുളത്തിൽ പൊങ്ങിക്കിടന്നിട്ട് ദാണ്ട് അടക്കണം ആമയെന്ന് കാണിച്ചു കൊടുത്ത ആളാണ് എന്റെ മാമൻ. ഞാൻ കേസ് കൂടെ എന്റെ മണ്ടയിൽ പോയി. വേണ്ടല്ലേ? ഇപ്പൊ എന്ത് ചെയ്യണോ? നീ ടെൻഷൻ അടിക്കാതെ. ഈ സമയത്ത് തന്നെ ഒരു ആത്മാർത്ഥ സുഹൃത്തിന്റെ സ്നേഹം നീ മനസ്സിലാക്കണം. നിനക്ക് ആ ഫോട്ടോ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം സോൾവ് ആവോ? മതിയില്ല. ഞാൻ പോയി ആ ഫോട്ടോ ഡിലീറ്റ് ചെയ്തിട്ട് വരും. മനസ്സിലായോ? അളിയാ, താങ്ക്സ് അളിയാ. ഇപ്പോഴാണ്ടാ നീ എന്റെ കൂട്ടുകാരൻ. അളിയാ, ഞാൻ അവളെ വീട്ടിൽ ചെല്ലുന്നു, അവളെ മൊബൈൽ പിടിച്ചു വാങ്ങിക്കുന്നു, നിന്റെ ഫോട്ടോ ഡിലീറ്റ് ചെയ്യുന്നു, അവളെ കവാട കുട്ടി നോക്കി ഒരേ അടി തിരിച്ചു വരുന്നു. നീ ആണ്ടാ കൂട്ടുകാരൻ. പോയിട്ട് വരാം. 2 ഗുളിക ചെല്ലു. എടേ, എന്തിനാ
ഒരു വഴിക്ക് പോണല്ലേ, ഇരിക്കട്ട്. തുറക്കടി ഹണി ട്രോഫി. ഞാൻ ലാലു. തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന പെൺവാണിഭ സംഘത്തിലെ പ്രധാന തലവനായ ലാലുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇടയ്ക്കിടെ ഓടിക്കൊണ്ടിരിക്കുന്ന പ്രത്യേക രോഗത്തിനടിമയാണ് ഇയാളെന്നാണ് പോലീസ് നൽകിയ സൂചന. കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ ശേഖരിക്കുന്നതിനായി ലാലുവിനെ പോലീസ് മുംബൈയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ലാലു ബോംബെയല്ല, അവൻ പറഞ്ഞതുപോലെ തന്നെ ഈ ഗുളി കഴിച്ചാ കുറേ ഓടേണ്ടി വരും.